ഹായ്, നമുക്ക് ട്രിഗണോമെട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. അപ്പൊ എന്താണ് ഡിഗ്രി മെഷർ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. ഒരു സർക്കിൾ ഇങ്ങനെ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും, ഒരു കറക്കം. ഇപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വരെ കറങ്ങി നിൽക്കുന്നതിനെ പറയുന്നതാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, ഒരു കറക്കം പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കുക ഡിഗ്രി മെഷർ. ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ്, അതായത് ഇതൊരു ഇനീഷ്യൽ സൈഡ് ആണ്, ആ ഇനീഷ്യൽ സൈഡിന്റെ അവിടുന്ന് ടെർമിനൽ സൈഡ് എങ്ങോട്ടാണോ മാറി, ഇപ്പൊ ഇവിടുന്ന് ഇത് ഇനീഷ്യൽ സൈഡ് ആണെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരെ വരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ സൈഡ്. ഇത് ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. ഇനീഷ്യൽ സൈഡ് ഇതിനെ വിളിക്കുന്ന പേര് ടെർമിനൽ സൈഡ്. ടെർമിനൽ സൈഡ്. അപ്പം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പൂർത്തീകരിച്ച് തിരിച്ചിങ്ങനെ വന്ന് ഇവിടെ വരെ കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പൊ അതിനകത്ത് അറിഞ്ഞിരിക്കുന്ന കാര്യം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് കറങ്ങുന്നതിന് തിരിച്ചിങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആംഗിളിലേ വരത്തുള്ളൂ. അപ്പൊ പോസിറ്റീവ് ഒരു 30 ഡിഗ്രി അങ്ങനെ വരത്തുള്ളൂ. കേട്ടോ, ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എല്ലാം പോസിറ്റീവിലും കിട്ടും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ക്ലോക്കിൽ കറങ്ങുന്ന പോലെ ഇങ്ങനെയാണ് വരുന്നത് ഡിഗ്രി വരുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ വന്ന ലൈൻ ഇനീഷ്യൽ ലൈൻ ആണ്, അതിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ വരും. ഇതാണ് ടെർമിനൽ സൈഡ്. അപ്പൊ താഴോട്ട് കണ്ടോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗിൾ മൈനസിലേ വരത്തുള്ളൂ. -30 ഡിഗ്രി, -45 ഡിഗ്രി, -90 ഡിഗ്രി, -120 ഡിഗ്രി, ഇങ്ങനെ വരത്തുള്ളൂ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പക്ഷേ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത് കണ്ടോ, ഇതാണ് ഇനീഷ്യൽ സൈഡ്. അതിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് കറങ്ങുവാണെങ്കിൽ പോസിറ്റീവ് 30, ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് 45, 90, 270, 180 അങ്ങനെ പോകും. അപ്പൊ എപ്പോഴും ഓർക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഗറ്റീവിലായിരിക്കും ആംഗിൾ വരുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോസിറ്റീവിലായിരിക്കും ആംഗിൾ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ഒരു ലൈൻ, ഒരു സർക്കിൾ കംപ്ലീറ്റ് ഒരു കറക്കം പൂർത്തീകരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇവിടെ കേട്ടോ, ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ഈസ് 1/360th ഓഫ് എ റെവല്യൂഷൻ, അതായത് 300, ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് കറങ്ങണമെങ്കിൽ 360 ഡിഗ്രിയാണ്. അതിനകത്തെ 360ൽ ഒരു ഭാഗം കറങ്ങിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്തുവാ? 1 ഡിഗ്രി. 360ൽ ഒരു ഭാഗം റെവല്യൂഷൻ കറങ്ങുമ്പോൾ ആ മെഷർമെന്റിനെ വിളിക്കുന്ന പേര് 1 ഡിഗ്രി എന്ന്, 1 ഡിഗ്രി. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ 1 ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ റേസ് ടു 0, പക്ഷെ 0 നല്ല വായിക്കേണ്ടത് 1 ഡിഗ്രി. ഒരു 8 ഡിഗ്രി ഉണ്ട്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു കറക്കം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പൊ ആ 360ൽ ഒരു ഭാഗം കറങ്ങുമ്പോൾ അതിനെ വിളിക്കുന്നത് 1 ഡിഗ്രി എന്നാണ്. അപ്പൊ 1 ഡിഗ്രി. അതുപോലെ എ ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 മിനിറ്റ്സ്. ഡിവൈഡ്, അതായത് ഒരു ഡിഗ്രിയെ 60 മിനിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഒരു അവർ, ഒരു മണിക്കൂറാണെന്ന് ഓർത്താൽ മതി. ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തണം 60 എന്താണ്, ഒരു മണിക്കൂർ, 1 അവർ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലൊന്ന് ഉദ്ദേശിച്ചാൽ മതി, എഴുതണ്ട. അത് അവർ പറഞ്ഞേക്കണ്ടോ, എ ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 മിനിറ്റ്സ്. ഒരു ഡിഗ്രി 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു മണിക്കൂറിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു മണിക്കൂറിനെ 60 മിനിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാ ഇവിടെ എഴുതിയിട്ടുണ്ടോ, 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. മിനിറ്റ് എന്നുള്ളതിന് ഡാഷ് എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു മിനിറ്റ്, അതുപോലെ തിരിച്ചും പറയാം. കണ്ടോ, മിനിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 60 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. കണ്ടോ, മിനിറ്റ് എന്നുള്ളതിന് ഒരു ഡാഷ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 ഡാഷ് കൊടുക്കുക, ഡബിൾ ഡാഷ്. അപ്പം അതാണ് പറയുന്നത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്, 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് 2 ഡാഷ് എന്ന് കൊടുക്കുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്താൽ മതി, 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്, അല്ലെ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ ഓർത്തിരിക്കുക. ഞാനപ്പോ ഒന്നുകൂടെ പറയുകയാണ്, ഒരു സർക്കിൾ കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു കറക്കം പൂർത്തീകരിച്ച് ഒരു സർക്കിൾ ആക്കി മാറ്റുന്നത്, ആ സർക്കിളിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രി. എന്നിട്ട് അത് 2 രീതി കണ്ടോ, ഇതാണ് ഇനീഷ്യൽ സൈഡ്, തുടങ്ങുന്ന സൈഡ്, ഇനീഷ്യൽ സൈഡ്. അത് ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് കറങ്ങും തോറും പോസിറ്റീവ് മെഷർമെന്റ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി പോസിറ്റീവിലേക്ക് പോകും. പക്ഷെ ആ ഇനീഷ്യൽ സൈഡ്, ഇതാണ് ഇനീഷ്യൽ, ഇത് ടെർമിനൽ സൈഡാണ്. ഇനീഷ്യൽ സൈഡ്, ടെർമിനൽ സൈഡ്. ഇത് കണ്ടോ, ഇതാണ് ഇനീഷ്യൽ സൈഡ്.
അത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ പോസിറ്റീവ് ഡിഗ്രിയിലും, ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കണ്ടോ, ഇത് ഇനീഷ്യൽ സൈഡ്, ഇത് ടെർമിനൽ സൈഡ്, ഇങ്ങോട്ട് വരുന്നതോറും -30, -45, -60, 90, 180, 200 അങ്ങനെ പോകും. അപ്പോൾ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയിലും, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങുന്നതെങ്കിൽ ആ ഡിഗ്രി മെഷർ നെഗറ്റീവിലും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തോ 1 hour 60 minutes ആണ്, 1 minute 60 seconds. അപ്പൊ അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിഗ്രി മെഷർ ആയിട്ട് എടുക്കുന്നത് ഒന്നും കാര്യം മനസ്സിലൊന്ന് ഓർത്താൽ മതി. കണ്ടോ, അതാണ് ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ഈസ് 1/360th ഓഫ് എ റെവല്യൂഷൻ. ഒരു കറക്കത്തിന്റെ 360ൽ ഒരു ഭാഗം, അത് ദി ആംഗിൾ ഈസ് സെറ്റ് ടു ഹൗ മെഷർ ഓഫ് 1 degree. അതിനെ നമ്മൾ 1 degree ആയിട്ട് എടുക്കാം, 1 degree. ആ ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 minutes. അപ്പൊ ഓർത്താൽ മണിക്കൂർ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 minutes. അപ്പൊ ഒരു ഡിഗ്രിയെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം, 60 minutes കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ ഒരു മിനിറ്റിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം, 60 seconds. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 60 seconds 1 minute, 60 minutes 1 hour. അവർ എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ ഡിഗ്രി ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ശരിക്കും ബുക്കിനകത്ത് എഴുതി വെക്കുക. അതാണ് ഡിഗ്രി മെഷർ. ഇനി ഇതിനെ നമുക്ക് ഡിഗ്രി മാറ്റിയിട്ട് നമ്മുടെ സംഖ്യയായിട്ട് മാറ്റണം. അപ്പൊ ഒരിക്കലും നമുക്ക് ഡിഗ്രി മെഷർ എല്ലായിടത്തും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ നമ്മളിപ്പം ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മളിപ്പം എന്തൊരു വാല്യൂ, ഒരിക്കലും 30 ഡിഗ്രിയെ 3 സെന്റിമീറ്റർ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ടും 2 യൂണിറ്റാണ്. ഇത് 30 ഡിഗ്രി, ഇത് 3 സെന്റിമീറ്റർ. 2 യൂണിറ്റ് ഉള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ മെഷർമെന്റോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതിനെ ഒരേ ഡിഗ്രി ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരുമിച്ച് ഇത് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ സെന്റിമീറ്റർ ആക്കണം. ഇപ്പൊ ഡിഗ്രി മെഷറിനെ നമ്മുടെ യൂണിറ്റ് ആക്കി മീറ്ററോ സെന്റിമീറ്ററോ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ മെത്തേഡാണ് അതിനെ റേഡിയൻ മെഷർ ആക്കുക എന്ന് പറയുന്നത്. റേഡിയൻ മെഷർ. അപ്പൊ നമുക്ക് 2 സെന്റിമീറ്റർ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാം. 2 മീറ്റർ തമ്മിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഒരു ഡിഗ്രിയും ഒരു സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി മെഷറും ഒരു മീറ്റർ മെഷറോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഡിഗ്രി മെഷറിനെ നമ്മുടെ യൂണിറ്റ് ആക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റേഡിയൻ മെഷർ ആക്കുക. ഡിഗ്രി മെഷറിനെ എന്താക്കി മാറ്റുക, നമ്മുടെ യൂണിറ്റ് സെന്റിമീറ്ററോ മീറ്ററോ ആക്കി മാറ്റാൻ സാധിക്കും. അതാണ് റേഡിയൻ മെഷർ. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നോക്കിയേ, റേഡിയൻ മെഷർ. റേഡിയൻ മെഷർ. അപ്പൊ ഡിഗ്രി മെഷറിനെ നമുക്ക് റേഡിയൻ മെഷർ എന്ന് പറയാം നമ്മുടെ സംഖ്യയിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യം, അതിനൊരു കാര്യമുണ്ട് അങ്ങനെ പറയാൻ കാര്യം. ഇപ്പൊ ഒരു സർക്കിൾ ആണിത്. അപ്പൊ അതിന്റെ റേഡിയസ് ഇങ്ങനെ വന്നിരിക്കുന്നു. ഇത് ലെങ്ത് ഓഫ് ദി ആർക്കാണ്. എൽ എന്ന് പറഞ്ഞാൽ അത്രയും ആർക്കിന്റെ നീളമാണ്. അതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ നൂലോ വല്ലോ ഉപയോഗിച്ച് അതേ ആകൃതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് നേരെ നിവർത്തിയിട്ട് സ്കെയിലിനകത്ത് അടയാളപ്പെടുത്താൻ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊരു ആംഗിൾ, ഇത്രയുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മൾ ലെങ്ത് ഓഫ് ദി ആർക്ക് കാണുന്ന ഇക്വേഷൻ ഉണ്ട്, L = R θ, R × θ എന്ന് പറയും. അതായത് ഇതൊരു റേഡിയസ്, ഇത് റേഡിയസ്, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. ഈ ലെങ്ത് ഓഫ് ദി ആർക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, L = R θ. പക്ഷെ R എന്ന് പറയുന്ന സെന്റിമീറ്റർ, ഇതെല്ലാം സെന്റിമീറ്ററിലേ തരത്തുള്ളൂ. അപ്പൊ R = 10 സെന്റിമീറ്റർ. തീറ്റ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി എന്നൊക്കെ തരുമ്പോൾ L = R θ എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ × 30 ഡിഗ്രി എന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഒന്ന് സെന്റിമീറ്റർ യൂണിറ്റ്, ഒന്ന് ഡിഗ്രി യൂണിറ്റോ. രണ്ടും സെയിം യൂണിറ്റ് ആണെങ്കിലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. കാരണം ഒന്ന് സെന്റിമീറ്റർ, ഒന്ന് ഡിഗ്രി. അപ്പൊ ഈ ഡിഗ്രി മെഷറിനെ ഇവിടെ വന്നിരിക്കുന്ന യൂണിറ്റ് ആക്കി, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്ററിലേക്ക് മാറ്റണം, തന്നിരിക്കുന്നത് മീറ്ററിലാണെങ്കിൽ അതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ അതാണ് ഈ റേഡിയൻ മെഷർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിന്റെ ആ 2 റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. അതെപ്പോഴും ഡിഗ്രി മെഷറിലേ തരത്തുള്ളൂ. ഇപ്പൊ ലെങ്ത് ഓഫ് ദി ആർക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം കാണണമെങ്കിൽ അതിന് ഇക്വേഷൻ ഉണ്ട്, L = R θ എന്നാണ്. പക്ഷെ R10 തീറ്റ 30 ഡിഗ്രി. ഇത് സെന്റിമീറ്ററും ഇത് ഡിഗ്രിയോ. സെന്റിമീറ്ററും ഡിഗ്രിയും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരേ യൂണിറ്റ് ആക്കണം. അതിനുവേണ്ടി ഡിഗ്രി മെഷറിനെ നമുക്ക് തന്നിരിക്കുന്ന ഏത് യൂണിറ്റ്, അപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, അല്ലെ മീറ്റർ ആണെങ്കിൽ മീറ്ററിന് തുല്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത്. അപ്പൊ നമുക്ക് റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ
ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ is said to have a measure of 1 radian. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സെന്റർ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. ആർക്ക് ലെങ്ത് 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് 1 യൂണിറ്റ്. കണ്ടോ, 1 യൂണിറ്റ്. ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ്. യൂണിറ്റ് സർക്കിൾ നമ്മൾ ഒരു സർക്കിൾ എന്നല്ല, ഒരു യൂണിറ്റ് ഉള്ള സർക്കിൾ. റേഡിയസ് ഒരു യൂണിറ്റ് ആണ്. ഇത് ഒരു യൂണിറ്റ്, ഇത് ഒരു യൂണിറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സർക്കിളിന്റെ സെന്റർ ആണ് O ആണ്. ആ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സെന്റർ ബൈ ആൻ ആർക്ക് ലെങ്ത് ഓഫ് 1 യൂണിറ്റ്. അതിന്റെ ആർക്ക് ലെങ്ത്, അതിന്റെ ഇടയ്ക്കുള്ള ആർക്ക് ലെങ്ത്, ചാപം എന്ന് പറയുന്നത്, ചാപം, ആ ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കണം. ആ സർക്കിളിന്റെ റേഡിയസ് എന്ത് തന്നെ ആയിരിക്കണം, 1 യൂണിറ്റ്. അപ്പം ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്, ഇത്രയും ഭാഗം 1 യൂണിറ്റ്, ഇങ്ങനെ വരും. ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്, ഇത്രയും ഭാഗം 1 യൂണിറ്റ്, 1 1 1. അങ്ങനെ വരുന്ന ഇത്രയും ഭാഗത്തിനെ വിളിക്കുന്ന പേരാ 1 റേഡിയൻ. അതായത് ആ ഡിഗ്രി മെഷർ, ഈ ഡിഗ്രി എന്നുള്ളത് മാറിയിട്ട് അത് നമ്മുടെ സെന്റിമീറ്ററോ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിലേക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയൻ മെഷർ. ഹാവ് എ മെഷർ ഓഫ് 1 റേഡിയൻ. അതിന്റെ സിമ്പൽ 1c എന്ന് പറയും. പക്ഷെ നമ്മൾ റേഡിയൻ ഡിഗ്രി 0 എന്ന് പറയുമ്പോൾ 1/0 എന്ന് പറയുമ്പോൾ 1 ഡിഗ്രി, 1c എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന 1 റേഡിയൻ. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ 1 RAD എന്നിട്ടാലും മതി. 1 റേഡിയൻ ഷോർട്ട് ഫോം, അല്ലെങ്കിൽ RADIAN അങ്ങനെ ഫുൾ എഴുതാം. 1 റേഡിയൻ അല്ലെങ്കിൽ 1/c എന്ന് പറയാൻ പറ്റും. അപ്പൊ പറഞ്ഞ മനസ്സിലാലോ, ഒരു യൂണിറ്റ് അളവുള്ള റേഡിയസ് ഉള്ള സർക്കിൾ, ഓരോ യൂണിറ്റ്, എന്നിട്ട് ആർക്ക് ലെങ്തും 1 യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ എല്ലാം ഓരോ യൂണിറ്റ് വീതമുള്ള അത്രയും ഭാഗത്തിനെ വിളിക്കുന്ന പേരാ 1 റേഡിയൻ. പക്ഷെ അത് നമ്മൾ വലിയ സർക്കിൾ ആണ്. ഇപ്പൊ നമ്മൾ വലിയ സർക്കിൾ ആണ്, ആ വലിയ സർക്കിളിനെ ഒരു യൂണിറ്റ് ഉള്ള കുറെ സർക്കിളായിട്ട് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. കുറെ സർക്കിളായിട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ അത് ചേർത്ത് വെക്കുമ്പോഴായിരിക്കും വലിയ സർക്കിൾ വരുന്നത്. അപ്പം നമ്മൾ ഒരു 1 റേഡിയൻ എന്നുള്ള ഇത്, അപ്പൊ 2 റേഡിയൻ പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വലിയൊരു സർക്കിൾ ആകുമ്പോൾ ഒരു 10 റേഡിയൻ അതിനകത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ 10 × 1 റേഡിയൻ. ഏറ്റവും വലിയ സർക്കിൾ, അത് കുറെ സർക്കിളുകൾ ചേരുന്നതായിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ്, ഒരു റേഡിയൻ ഉള്ള പല പല ഭാഗങ്ങൾ ചേരുന്നതാണ് വലിയൊരു സർക്കിൾ. അപ്പൊ അത് 10 എണ്ണം ചേരുന്നതാണെങ്കിൽ 10 × 1 റേഡിയൻ, 10 റേഡിയൻ അങ്ങനെ വരും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നോക്കി. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി എന്നാണ്. റേഡിയനെ ഡിഗ്രി ആക്കണമെങ്കിൽ, റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കണമെങ്കിൽ 1 റേഡിയൻ = 180/π ഡിഗ്രി. ശ്രദ്ധിക്കുക, ഒരു റേഡിയനെ ഒരു ഡിഗ്രി ആക്കി മാറ്റണമെങ്കിൽ, റേഡിയനെ നമുക്ക് ഡിഗ്രി ആക്കി മാറ്റണമെങ്കിൽ എത്ര കൊണ്ടാ? ഒരു റേഡിയനെ ഡിഗ്രി 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 5 റേഡിയൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഡിഗ്രി മെഷർ ആക്കണമെങ്കിൽ 5 × 180/π ഡിഗ്രി. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി. അങ്ങനെ 5 റേഡിയൻ വരുമ്പോൾ അപ്പൊ ഒരു പേനയ്ക്ക് 4 രൂപ. 5 പേനയുടെ വില 5 × 4 20. അതുപോലെ ഒരു റേഡിയൻ 180/π ഡിഗ്രിയാണ്. അപ്പൊ 5 റേഡിയൻ പറയുമ്പോൾ 5 × 180/π റേഡിയൻ. അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ചിലപ്പോൾ 1 മാർക്ക് ഒക്കെ ചോദിക്കും എൻട്രൻസ്. 1 റേഡിയൻ നമ്മുടെ ഡിഗ്രി മെഷറിൽ പറയുമ്പോൾ 57 ഡിഗ്രി 60 മിനിറ്റ് എന്ന്. 57 ഡിഗ്രി 60 മിനിറ്റ്. തിരിച്ച് 1 ഡിഗ്രിയെ റേഡിയൻ മെഷർ ആക്കണേ, തിരിച്ച് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഗ്രി മെഷറിനെ നമുക്ക് ഇതാണ് ആവശ്യം കൂടുതലും. ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷർ ആക്കണമെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അപ്പം 5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5 × π/180 റേഡിയൻ. 7 ഡിഗ്രി എന്ന് പറയുമ്പോൾ 7 × π/180 റേഡിയൻ. അങ്ങനെ വരും. അതിന് കണ്ടോ, 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 0.01746 റേഡിയൻ എന്നാണ്. ചിലപ്പോൾ 1 മാർക്ക് എൻട്രൻസിനൊക്കെ ചോദിക്കും. 1 റേഡിയൻ = ഡാഷ് 57 ഡിഗ്രി 60 മിനിറ്റ്. ഇതെങ്ങനെയാ വന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഒന്ന് കാണാം, അതിന്റെ കൂടുതൽ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0.01746 റേഡിയൻ. ഒരു എളുപ്പമാർഗം ഒന്നുകൂടി ഇതൊന്നും എഴുതുന്നുള്ളൂ. ഈ റേഡിയനെ ഇങ്ങനെ എഴുതാം. 1 റേഡിയൻ = 180/π ഡിഗ്രി. 1 ഡിഗ്രി = π/180 റേഡിയൻ. തിരിച്ചും പറഞ്ഞു 180/π ആണെങ്കിൽ മറ്റേ π/180. പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, പൈ എന്ന് പറഞ്ഞാൽ 3.14 സെന്റിമീറ്റർ ആണ്. ഇവിടെ പൈ എന്ന് വെച്ചാൽ ഡിഗ്രി. ഈ പൈ 3.14. പൈയുടെ വേറൊരു വാല്യൂ ഉണ്ട് 22/7. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. പൈ 3.14 അഥവാ 22/7. 22നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.14 ആണ് പൈ. അതാണ് ഓർത്തിരിക്കേണ്ടത്.
ഇത് 180 ഡിഗ്രി, ഇത് പൈ എന്ന് പറഞ്ഞാൽ 3.14 അഥവാ 22/7 ഡിഗ്രി. ഇത് അതിന്റെ ബേസ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി റേഡിയൻ മെഷർ ഓഫ് 25 ഡിഗ്രി ആൻഡ് 240 ഡിഗ്രി. നമ്മൾ ആ ഡിഗ്രി മെഷറിലാണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ റേഡിയൻ മെഷർ ആക്കാൻ പോവുകയാണ്. അപ്പൊ 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനെ റേഡിയൻ മെഷർ ആക്കണേ 25 ഇൻറ്റു π/180 റേഡിയൻ. 25 ഇൻറ്റു π/180 റേഡിയൻ. ക്യാൻസൽ ചെയ്യാം. 5 ഇൻറ്റു 5 25, 5 കൊണ്ട് 5 ഇൻറ്റു 3 15, 36. ദാറ്റ് ഈസ് 5π/36 റേഡിയൻ അല്ലെ? 5π/36 റേഡിയൻ. ഇനി നമുക്കത് സെന്റിമീറ്റർ വേണമെങ്കിൽ പൈയുടെ സ്ഥാനത്ത് 3.14 എന്ന് കൊടുത്തിട്ട് 5നെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമലിൽ കിട്ടും. പക്ഷെ ഇതിങ്ങനെ വരെ എഴുതുന്ന, ഇങ്ങനെ എഴുതാനേ പറയുന്നുള്ളൂ, അവരെ വരെ എഴുതിയാൽ മതി. രണ്ടാമത്തെ 240 ഡിഗ്രി എന്നാണെങ്കിൽ ഡിഗ്രി മെഷർ റേഡിയൻ മെഷർ ആക്കാൻ പോവാണ്. 240 ഇൻറ്റു π/180 റേഡിയൻ. അപ്പം 0 ക്യാൻസൽ ചെയ്തു. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ഇൻറ്റു 4 24, 6 ഇൻറ്റു 3 18, 4π/3 റേഡിയൻ. 4π/3 റേഡിയൻ. പറയാൻ മനസ്സിലായല്ലോ? കണ്ടോ? അപ്പം ഡിഗ്രി മെഷർ റേഡിയൻ മെഷർ ആക്കാൻ π/180 ആണ്. ഇനി നമ്മൾ ഇതിനെ സെന്റിമീറ്റർ ആക്കണേ 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14, 4 ഇൻറ്റു 3.14/3. അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ നമ്പർ കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി ഇടത്തതേ ഉള്ളൂ. ഇതാണ് റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിനെ നമ്മൾ എന്താക്കുന്നു? റേഡിയൻ മെഷർ ആക്കുന്നു. ഡിഗ്രി മെഷറിനെ നമ്മൾ റേഡിയൻ മെഷർ നമ്മുടെ യൂണിറ്റ് ആക്കി മാറ്റുന്നു.